പോലീസ് സ്റ്റേഷൻ. സാർ ഒരു കേസിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നേ. ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? സ്വർണ്ണക്കടത്ത് വ്യാപാരം അതിക്രമിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വേറൊന്നുമല്ല, നമ്മുടെ രേണുസുതി സംബന്ധമായിട്ട് സ്വർണ്ണക്കടത്ത് ഇപ്പൊ തന്നെ വ്യാപകമായിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഇന്ന് രേണുവിനെയും സജിനെയും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അവർ തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിലും ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റയിൽ ഇത് രേണു തന്നെ ഷെയറും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥിതിക്ക് ഇവർ തന്നെ സമ്മതിക്കുന്നു ഇവർ സ്വർണം കടത്തിയെന്ന്. ആ സ്ഥിതിക്ക് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പായിട്ടുണ്ട്. ഇനി എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം മാത്രം ചെയ്താൽ മതി. കൊച്ചി എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസർമാരും പോലീസ് ഏമാന്മാരും എല്ലാം അവിടെ ഊഞ്ഞാലാടാൻ ഇരിക്കുന്നത് കൊണ്ട്, അതായത് കൊച്ചി എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസറും പോലീസ് ഏമാന്മാരും ഊഞ്ഞാലാടാനാണ് അവിടെ ഇരിക്കുന്നതെന്നാണ് സജിന തന്റെ പോസ്റ്റിലൂടെ പങ്കുവെക്കുന്നത്. ആ സ്ഥിതിക്ക് അവരെല്ലാവരും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണോ അല്ലേ എന്ന് സജിനയ്ക്ക് അവർ കാണിച്ചു കൊടുക്കേണ്ട കടമ അവർക്കുണ്ട്. എന്തായാലും അവർ സജിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. സ്വർണ്ണക്കടത്ത് എളുപ്പമാണ്, കൊച്ചിമാർക്ക് പോലും ഇല്ല. അതിനർത്ഥം അവർ പറയുന്നത് സ്ഥാപിക്കുന്നതും പുച്ഛിച്ചുകൊണ്ട് കളിയാക്കി ചിരിക്കുന്ന രീതിയിലുള്ള ഇമോജി അടക്കം ഇട്ടിട്ടുണ്ട്. ഇന്ന് ഇത്രയും കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോറി ഗായ്സ്, അടുത്ത പ്രാവശ്യം നോക്കാം. അതായത് കൊച്ചി എയർപോർട്ട് വഴി ഈ കസ്റ്റംസുകാരെയും പോലീസുകാരെയും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട്, സ്വർണ്ണക്കടത്ത് എളുപ്പമാണെന്നും പരിഹസിച്ചുകൊണ്ട് ഇനി ഇത്രയും കൊണ്ടുവരാനേ ഇപ്പൊ പറ്റുള്ളൂ, സോറി അടുത്ത പ്രാവശ്യം കൂടുതൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചി എയർപോർട്ടിലെ പോലീസുകാരെയും കസ്റ്റംസുകാരെയും വളരെയധികം പുച്ഛിച്ചും പരിഹസിച്ചുകൊണ്ടും സജിന ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇത്. ഈ കൊച്ചി എയർപോർട്ടിലെ പോലീസുകാരന്മാരും കസ്റ്റംസുകാരും ഊഞ്ഞാലാടാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുന്ന രീതിയിൽ ഈ പോസ്റ്റ് ഇട്ട സജിനയ്ക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഇത് ചെറിയ കേസല്ല, ഇത് ആപ്പോപ്പ കേസല്ല. ഞങ്ങളെ കൊണ്ട് ഇത്രയും കടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് രേണുവും പറയുന്നത് പോലെ ഒരു സാധനമാണ് അടിച്ചു വെച്ചിട്ടുള്ള. രേണുവും ഇതേ കാര്യം സമ്മതിക്കുന്നു. കാരണം രേണുവിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇതേ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അതുപോലെ തന്നെ ഡാനി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലോട്ട് വരാം. സ്റ്റേഷനിൽ എന്തോ വിളിച്ച് ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്, ഞാൻ അതിലോട്ടും വരാം. അതിനു മുന്നേ അടുത്തൊരു പോസ്റ്റ് സ്റ്റോറിയാണ്, രേണുവിന്റെ സ്റ്റോറിയാണ്, കണ്ടു നോക്കാം. തളർത്താൻ നോക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തി പൊരുതുന്ന പെൺകരുത്ത് രേണുസുതി. എന്തൊന്നും കോപ്പാണ്, തേങ്ങയാണ്, അരി, ഉള്ളി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ. ഇനി ആ വീഡിയോ കാണാം. എന്തായാലും തളർത്താൻ ശ്രമിച്ചവരെ മുന്നിൽ വാക്കുകൊണ്ട് നിങ്ങൾ കൊന്നയക്കാൻ, പക്ഷെ തോൽക്കാൻ കഴിയില്ല. കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ ഡയലോഗ്. എവിടെ? കമ്മ്യൂണിസ്റ്റുകാരുടെ ഡയലോഗാണ്. അത് എടുത്തു വെച്ചുകൊണ്ട് കൊണയടിക്കാൻ വന്നിരിക്കണേ. തോൽക്കാൻ തയ്യാറല്ലാത്ത ഒരു പെൺകരുത്തിന്റെ കഥ. ആരാടാ ഇത്? ആരുടെ വോയിസാടാ? തോൽക്കാൻ തയ്യാറല്ലാത്ത ഒരു പെൺകരുത്തിന്റെ കഥ പറ. സൈബർ വേട്ടയാടലുകൾക്കിടയിലെ അതിജീവനം. സൈബർ വേട്ടയാടലുകളുടെ ഇടയിൽ അതിജീവനം. ഏത് അതിജീവനാണ് ഉണ്ടാക്കി വെച്ചത്? ഇവളാ അതിജീവനം. സൈബർ വേട്ടയാടാ. കാട്ടാപ്പുകളും കണ്ണന്തിരുമാങ്ങളും പോക്കൃത്തനങ്ങളും കാണിച്ചു കൂട്ടുന്നതിന് നാട്ടുകാരെടുത്തിട്ട് അലക്കുന്നുണ്ട്. സൈബർ വേട്ട പോലെ. വാക്കുകൾ കൊണ്ട് അവർ നിങ്ങളെ കൊന്നേക്കാം, പക്ഷെ വാക്കുകൾ കൊണ്ട് അവർ നിന്നെ കൊന്നേക്കാം. നിനക്കെന്താ? നിനക്ക് മൂടാച്ചിരുന്ന് വീഡിയോ പണ്ണ മാതിരി ഇരിക്കേ. എന്നാച്ച്? നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആണോ? വാക്കുകൾ കൊണ്ട് ഒരാളെ തകർക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം സൈബർ ക്രിമിനലുകൾ ഇന്നും നമുക്കിടയിലുണ്ട്. ഈ പറഞ്ഞവന്റെ അച്ഛന്റെ അച്ചാറ് ഉണ്ടാവും, രണ്ടും വെച്ചോ. പിന്നെ അല്ലാണ്ട് വാക്കുകൾ കൊണ്ട് ഇവിടെ അമാനമാടുന്നു, വാക്കുകൾ കൊണ്ട് സൈബർ ആക്രമണം. എന്തുവാടാ ഇത്? നിനക്കെന്താ മൂഡ് വന്നപ്പോഴായിരുന്നു വീഡിയോ ചെയ്ത? വോയിസ് കേട്ടപ്പോ അങ്ങനെ തോന്നി. അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിക്കെതിരെ കഴിഞ്ഞ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ വേട്ടയാടലുകൾ നാം കണ്ടതാണ്. ഇവളെ വേട്ടാടാന്ന് കാട്ടുവന്നിയ? എന്തുവാടാ നീ പറയുന്നേ? അപരാധം. ഇവള് കാണിക്കുന്ന പേക്കൂത്തുകൾ കോപ്രായങ്ങളാണ് വലിച്ചീറി ഒട്ടിക്കുന്നത്. അവളെ മൂടുന്നാങ്ങി വന്നിരിക്കുകയാണ്. അവളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവള് പോസ്റ്റ് എടുത്ത് നേരെ ഷെയർ ചെയ്യും. എവിടെ? ഇൻസ്റ്റയില്. അതോടെ കുറച്ച് റീച്ച് കിട്ടും. അതുകൊണ്ട് കുറെ എണ്ണം ഇപ്പൊ അവളെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല എന്നാണ് വിചാരം. സ്വന്തം ചാനലിന്റെ റേറ്റിംഗിനും സാമ്പത്തിക ലാഭത്തിനുമായി ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ചന്തയിൽ വിൽക്കാൻ ശ്രമിക്കുന്ന ചില യൂട്യൂബർമാരും. അപ്പൊ നീ നിന്റെ അച്ഛന്റെ അച്ചാർ വിൽക്കാനാണ് ഈ വീഡിയോ ചെയ്തത്? ചന്തയിൽ വിൽക്കാൻ ഇറങ്ങി. ചന്തയിൽ വിൽക്കാൻ മീന് അല്ലെ പടവലങ്ങി? അവള് പറയുന്നിട്ട് ഇവൻ ചന്തയിൽ വിൽക്കാൻ വന്നിരിക്കുന്നു. അവരാതി ഇമാതിരി പേക്കൂത്തുകളും കോപ്പറായങ്ങളും കാണിക്കുന്ന ഇവള് നിർത്തി നമ്മൾ നിർത്തും. കേട്ടറാ കോപ്പനെ.
അവരെ അശ്ലീലം വിളിച്ചു പറയുന്ന സദാചാരവാദികളും. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ വിചാരിച്ചാൽ തളരുന്നവളല്ല രേണുസുധി. മറ്റൊരു സാധാരണ പെൺകുട്ടിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ക്രൂരതകൾക്ക് മുന്നിൽ തളർന്നു പോയേനെ, അല്ലെങ്കിൽ ആത്മഹത്യയിൽ അഭയം തേടിയേനെ. എന്നാൽ രേണു അവിടെയാണ് വ്യത്യസ്തയാകുന്നത്. ആത്മഹത്യയല്ല, അതിജീവനമാണ് പോരാട്ടമെന്ന് അവർ തെളിയിച്ചു. മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ സൈബർ ഹരാസ്മെന്റ് നേരിട്ട സ്ത്രീകളിൽ ഒരാളായിരിക്കും രേണുസുധി. സത്യത്തിൽ അവർ ഒരു ശക്തമായ പോരാളിയാണ്. കാരണം അവർ അനുഭവിക്കുന്നതിന്റെ പകുതി പോലും പലർക്കും താങ്ങാൻ കഴിയില്ല. അതെ, നല്ലോണം പോരാടുന്നത് നമ്മൾ അറിയുന്നുണ്ട്. പോട്ടെ. കുടുംബത്തെയും ഇതിലേക്ക് വലിച്ചഴച്ചിട്ടും അവർ തളർന്നില്ല. സ്വന്തം തങ്കഞ്ഞാൻ ചേട്ടൻ എന്നാ ഉദ്ദേശിച്ച? തങ്കഞ്ഞേട്ടാ സുഖല്ലേ? അന്വേഷണം എന്റെ വക. സാമ്പത്തിക ലാഭത്തിനായി ചിലർ രേണുവിനെ സെൻസേഷൻ കണ്ടന്റ് ആക്കി മാറ്റാൻ ശ്രമിച്ചു. അവരുടെ ആൽബങ്ങളും ഫോട്ടോഷൂട്ടുകളും മോശമായി ചിത്രീകരിച്ചു. പക്ഷേ അവർ ആത്മഹത്യയെ അപ്പൊ അവര് ചെയ്തത് മോശമല്ലെന്നാണ് നീ പറയുന്നത്? അപരാധം ചെയ്തു വെച്ചതിന് അപരാധം എന്ന് പറഞ്ഞ് തുറന്നടിച്ച് വലിച്ചീറി ഒട്ടിച്ച് ഞങ്ങളെന്ന് ഞാൻ പറയില്ല, ഞാൻ ബാക്കിയുള്ളവരും അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരവരെന്ന് പറയട്ടെ. ഇപ്പൊ ഞാൻ എന്തിനാ എല്ലാവരും കൂടെ കൂട്ടുപിടിക്കണം? ഞാൻ ചിന്തിച്ചില്ല. പൊരുതി ജീവിക്കാനാണ് അവർ തീരുമാനിച്ചത്. അവൾ തുണിയഴിച്ചു കാണിച്ചില്ല എന്നതാണ് ചില സദാചാരവാദികളുടെ പ്രശ്നം. എന്നാൽ ഇതിനേക്കാളും നല്ല അതായത് മെമ്പർഷിപ്പിൽ അപരാധം തന്നെയല്ല, മറ്റേ സബ്സ്ക്രിപ്ഷനിൽ. അവർ ഇൻഡിപെൻഡന്റ് ആണ്, ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അടങ്ങി ഒതുങ്ങിയിരിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന രേണു സമൂഹത്തിന് ഒരു വലിയ. അപ്പൊ നമ്മളെല്ലാം ബാക്കിയുള്ളവരെ കടം വാങ്ങിച്ചു വെച്ചിട്ടാ നിൽക്കുന്നത്. ഒന്നാതെ എന്റെ ഇടയിൽ കൂടി നീ കൊണവണ പറയുന്നടാ, സ്വന്തം കാലിൽ നിൽക്കണം. പാഠമാണ്. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ പിന്നീട് ജോലിക്ക് ഇറങ്ങുന്നതും ചിരിക്കുന്നതും അഭിനയിക്കുന്നതും ചിലർക്ക് ഇത് ജോലിയായിരുന്നു. ഈ അപരാധം കാണിക്കുന്നത് ജോലിയായിരുന്നു. ഏത് പഞ്ചായത്തിലാടാ നീ ഇത് അപേക്ഷ കൊടുത്തത്? അടുത്ത പ്രാവശ്യം PSC കയറ്റണം നമുക്ക് സബ്സ്ക്രിപ്ഷൻ. PSC എഴുതി വേണം സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ. ജോലി പോലും അപരാധം കാണിക്കുന്നതിന് അപരാധികള് ഇല്ല. കുടുംബത്തെയും സ്വഭാവത്തെയും വലിച്ചഴിച്ചിട്ടും പതറാതെ മുന്നോട്ട് പോകുന്നത് ഓരോ പെൺകുട്ടിക്കും ഒരു പാഠമാണ്. നല്ല പാഠം. ഇമാതിരി കോപ്പുകളെ ഫോളോ അപ്പ് ചെയ്ത് പെൺകുട്ടികൾ നശിക്കരുത്, സമ്മതിക്കത്തില്ല. വളർന്നു വരുന്ന തലമുറ അടക്കം നശിപ്പിച്ചുകൊണ്ടാണ് ഇവളുമാർ ഇവിടെ പേക്കൂത്തുകൾ കാണിക്കുന്നത്. സമ്മതിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല തന്നെയാണ്. ഇനി ഒരു പെൺകുട്ടികൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ല ഇങ്ങനത്തെ ഒരു രീതി തിരഞ്ഞെടുക്കാൻ പാടില്ല. ഇവിടെ കുറെ അപരാധി മക്കളുണ്ട്. ഒരുത്തി മറ്റേ മുള്ളാൻ പോകുന്നത് വരെ വീഡിയോ എടുത്ത് നിന്ന ടീം മാസ്കും വെച്ച്. ഇങ്ങനെ കുറെ അപരാധി മക്കളുണ്ട്. ആ മാസ്ക് വെച്ചുകൊണ്ട് മുള്ളാൻ പോകുന്ന അപർണ, അവളെ വെച്ചിട്ട് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കും, ഞാൻ ചെയ്തു തരാം. അവളെ 10 പറയണം, നിങ്ങൾ പറയണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഒരു പെൺകുട്ടിയും രേണുവിനെ നോക്കി പഠിക്കണം. ലോകം നിങ്ങളെ എത്ര തകർക്കാൻ ശ്രമിച്ചാലും അന്തസ്സോടെ തലയുയർത്തി ജീവിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. രേണുസുധിക്ക് എല്ലാവിധ പിന്തുണയും ഐക്യദാർഢ്യവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. എന്റെ അഭിപ്രായം താഴെ കമന്റ് അല്ല, നിന്റെ വായ നോക്കി അളവിൽ നോക്കി 2 എണ്ണം അങ്ങ് തരും ഈ വോയിസിൽ പറഞ്ഞാണ്. അപ്പൊ അഭിപ്രായം ഇന്ത്യനാണെന്ന് തോന്നുന്നു. ഈ സെറ്റപ്പിലാണ് സംസാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഏറി പോകുമ്പോൾ രേണുവിന്റെ സ്ഥിരം പരിപാടിയാണ് മീ ആൻഡ് മൈ ഹസ്ബൻഡ്. സുനിയേട്ടന്റെ ഫോട്ടോ എടുത്ത് 16 മണിക്കൂർ ഇട്ട്. അവസ്ഥ വല്ലാത്ത അവസ്ഥ, ഒന്നും പറയാനില്ല. 5275 ലൈക്ക്. ആരോടാ ഈ ലൈക്കൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നത്? എന്തായാലും കൊള്ളാം. അങ്ങേര് മരിച്ചു, അങ്ങേരെ വിറ്റു. വാവ്. അങ്ങേരെ വിറ്റു, അങ്ങേര് മരിച്ചു. വാവ്. അങ്ങേര് മരിച്ചു, അങ്ങേരെ വിറ്റു. വാവ്. കൊള്ളാം, സൂപ്പർ. ഹണി ബോണി സ്പഷ്ട. ഇതാരാ പുതിയ അപരാധം? ഏതോ ചേച്ചി വന്നിട്ടുണ്ടല്ലോ രേണുവിന് സപ്പോർട്ടായിട്ട്. അതോ രേണുവിനെ എന്നെ പിടിച്ചടിക്കാൻ പോണോ? നോക്കാം. ഓഹോ, എന്താ ചിരി. യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. വല്ലപ്പോഴും എന്റെ വീഡിയോ ഒന്ന് എടുത്ത് കാണും. ഒരു പ്രാവശ്യം കണ്ടാൽ മതി. രേണു സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് കണ്ടോ ചേച്ചി ഇത്രയും വൈറലായ സ്ഥിതിക്ക് അത് ചേച്ചിക്ക് ഒരു കില്ലാടിയാണ്. യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കുറെ അമ്മച്ചിമാർ ഇവളുമാരെ സപ്പോർട്ട് ചെയ്യാൻ കിടക്കണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ബോട്ട് പണ നല്ല ചേച്ചിമാർക്ക് നിന്നെ ഇഷ്ടമല്ല. ബോധം വിവരം ബുദ്ധിയും പൂക്കണോ ഇല്ലാത്ത ചേച്ചിമാർക്ക് നിന്നെ ഇഷ്ടമാണ്. അതിലൊരു ചേച്ചിയാണ് ഈ സൈഡിൽ ഇരിക്കുന്ന ചേച്ചിക്ക് ശകലെങ്കിലും ബോധം ഉണ്ടായിരുന്ന ചേച്ചി ഇമാതിരി ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോകുമായിരുന്നു. ചേച്ചിക്ക് വീട്ടിലെ മക്കളില്ലേ? ചേച്ചി നാളെ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അതിലെന്തെങ്കിലും ഇതുപോലെ രേണു കാണിക്കുന്നല്ലോ കാണിച്ചു കഴിഞ്ഞാൽ മക്കൾ സപ്പോർട്ട് ചെയ്യോ? ആ മക്കൾക്ക് നാണക്കേടില്ല. അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ചേച്ചി? ഇവിടെ കാണിക്കുന്ന എല്ലാ അപരാധങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ പോലെ കുറെ ബുദ്ധിമാരോ ഇല്ലാത്ത ചേച്ചിമാരുണ്ട്. അതാണ് വിഷയം. എന്തായാലും ചേച്ചി കൊള്ളാം. ഇതെന്തുവാ കാറിൻ്റെ അകത്ത് കുളിച്ചതോ? ആൽബത്തിന്റെ മറവിൽ വീണ്ടും കെട്ടിപ്പിടുത്തം. അത് ഓഫ് ക്യാമറയിലാണല്ലോ അത് എടുത്തത്. കെട്ടിപ്പിടുത്തം ഓൺ ക്യാമറയിൽ കെട്ടിപ്പിടുത്തം ഇല്ലെന്ന് തോന്നുന്നു.
വാവ് പിടിയടാ കട്ടിപ്പൊടിടാ കണ്ണാലെ അങ്കപ്പൊടി ഇങ്കപ്പൊടിടാ കട്ടിപ്പൊടിടാ കണ്ണാലെ അങ്കപ്പൊടി ഇങ്കപ്പൊടിട്ടോ പിടി എന്തൊക്കെ നടക്കണമെന്നോ ആൽബം എന്ന് പേര് നടക്കുന്നത് വേറെ എന്തൊക്കെയോ എല്ലാം ഇതെന്താ ഉയിരിനുയിരെ ഏതന്നെ നിന്നെ വാത്തുക്കുണ്ട് സുഖങ്ങളെ പാട്ട് എനിക്കറിഞ്ഞു അല്ലെ പാടി തന്നെ ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. ഏത് സൂര്യ മറ്റേ ഓടുന്ന ജ്യോതിയും കൊണ്ട്. പിന്നെ തിരമാലയെങ്കിലും ഒന്ന് ശക്തമായിട്ട് അടിച്ച് അതിനെടുത്തോണ്ട് പോയിരുന്നെങ്കിൽ 2 ദിവസം സഹിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇല്ല. തിരമാലയ്ക്ക് പോലും വേണ്ട. കടലിൽ പോയി കഴിഞ്ഞാൽ കടൽ അശുദ്ധിയാവും. അത് കടലിനറിയാം. അതുകൊണ്ടാണ് കടൽ അങ്ങ് ഉൾവലിഞ്ഞു പോയത്, തിര പോലും. അതാണ് രേണുസുതിയുടെ പവറുടെ. രേണുസുതി സ്ഥാനത്തില്ല കേട്ടോ. ഇതെന്താ കാലിൽ ചിലമ്പണിഞ്ഞ കാലിൽ കൊലിസണിഞ്ഞ മെഡിമിക്സിന്റെ 2 സോപ്പ് ഇരിക്കണം സൈഡിൽ. ഇത് എവിടെ ഈ സോപ്പൊക്കെ വെച്ച് പോകുന്നത്? സാധാരണ ഹോട്ടലിൽ ഇപ്പോൾ റൂം എടുക്കുമ്പോൾ സോപ്പ് തരുമല്ലോ, അതുകൊണ്ടായിരിക്കും ചേച്ചി സോപ്പൊക്കെ വെച്ചിരിക്കുന്നത്. പറ. എന്ത് കോണാത്തില്ല ചോദ്യമാടാ ചോദിക്കുന്നത്. ഫേസിനെക്കാളും കാലാണോ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നത്? അല്ല, ഞാൻ ഫേസാണ്. ഞാൻ കുണ്ടിയാണ് ഞാൻ സൂക്ഷിക്കുന്നത്. ഒന്നും പോടാ എണീച്ച്. ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഉപയോഗിക്കുന്ന കുണ്ടിയല്ലേ, അതുകൊണ്ട് കുണ്ടിയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നത്. എന്നാ ചോദ്യങ്ങളൊക്കെയാടാ ചോദിക്കുന്നത്, അതിന് ഉത്തരം കൊടുക്കാൻ ഒരു വധൂരി. അയ്യോ, പ്രേമക്കുരു അല്ല, നിനക്ക് വേറെ കുരു 2 ഉണ്ട്. അലിൻ ജോസ് പെരേരയായിട്ടുള്ള പ്രേമത്തിന്റെ കുരുവായിരിക്കും തോന്നി എനിക്ക്. നിനക്ക് പ്രേമക്കുരുവല്ല, നിനക്ക് വേറെ പല കുരുവുണ്ട്. അതെനിക്ക് മനസ്സിലായി. നിന്റെ നിപ്പൂശം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിനക്ക് കുരു കുറച്ച് കൂടുതലാണ്. ഈ കുരുവിന് ഒരു അറുതി ഉണ്ടാവും. അപ്പൊ തുടങ്ങട്ടെ. അയ്യേ, അവളും ഡബിൾ മീനിങ്, അവനും ഡബിൾ മീനിങ്. നിങ്ങളൊക്കെ ഒരു യൂണിവേഴ്സാണ്. അവളെ പഴയ മറ്റേ ഇന്നലത്തെ പപ്പട വള്ളി ഇട്ടോണ്ട് പോവുകയാണ്. ഇത് വേറെ എന്തോ ഒരു സാധനം എന്ന് പറഞ്ഞ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. മുതലെടുക്കണോ സജി? നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലടാ മുതലെടുക്ക. ഇതിനേക്കാളും നല്ലത് അത് പോട്ടെ. എന്തായാലും അവൻ വെച്ചാ അവൻ എയറിലാവും. അത് പറഞ്ഞത് ശരിയാട്ടോ. അച്ചടാ, എന്തുവാ അരിപ്പ ഇട്ടോണ്ട് പോണ് കോപ്പ്. ഇത് ഒരു കോമഡി പീസ് തന്നെടേ. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ടൊന്നും കാണാനില്ല. ഇത് വെറും ചിരിച്ചിരിച്ചിരുന്ന് കോമഡി ആയിട്ട് കാണാനുള്ള പീസാണ്. മറ്റേ മോൻ, ഇവനെ അറിയാമോ? മെഹനാസ് സഫയുടെ മെഹനാസിനെ എടുത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇവനാട്ടിനി എന്താണോ എന്തോ കലാപരിപാടി, ഒരു പിടിയും കിട്ടുന്നില്ല. ഇവനാണ് അവൻ. ആര്? മെഹനാസ്, സഫയുടെ സ്വന്തം മെഹനാസ്. സഫ മെഹനാസിനെയൊക്കെ അറിയില്ല. ലല്ലു, സഫ, മെഹനാസ്, ഫസ്മിന, ഇങ്ങനെ ഒരു വൃത്തികെട്ട കുറെ അപരാധികളുടെ യൂണിവേഴ്സ് ഉണ്ട്. അതായത് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി മാത്രമേ ഉള്ളൂ. ഏതടി? அந்த அடி மட்டும்தான் இருக்குன்னு ஒரு யூனிவர்ஸ் இருக்கு. அந்த യൂണിവേഴ്സിലെ സാധനം എന്താ? இந்த സാധനം. ആര്? മെഹനാസ്. എന്തായാലും കൊള്ളാം. ഇനി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയം വരുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇത് ചെറിയൊരു അലിഗേഷൻ അല്ല ഈ വന്നിട്ടുള്ളത്. ഏത്? ഈ പറയുന്ന രേണു കടത്തുന്നു എയർപോർട്ട് വഴി, കൊച്ചി എയർപോർട്ട് വഴി. അവിടെ കസ്റ്റംസും പോലീസുകാരൊക്കെ ഉണ്ണാക്കന്മാരായിട്ട് ഇരിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. നമ്മുടെ ഗവൺമെന്റിനെ അടക്കം വെല്ലുവിളിക്കുന്ന ഒരു കേസായിട്ടാണ് ഈ കേസ് മാറുന്നത്. എന്തായാലും ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് കൊടുക്കാം. വോയിസ് വേറെ ആരല്ല, ഡാനി അവൻ്റെ അവിടെ ഒരു സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവിടുത്തെ പോലീസുകാരായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസാണ്. ഞാനൊന്ന് കൊടുക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ട് നോക്ക്. സാർ, ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നേ. ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി, അത് എങ്ങനെ കംപ്ലൈന്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അതായത് സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നും. ഇത് ഈ രേണുസുതി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. സാറേ, രേണുസുതി എന്ന് പറയും. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ മൊത്തം അവരെ കുറിച്ചുള്ള ചർച്ച വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിപ്പോ വിഷയം എന്താന്ന് വെച്ചാൽ, ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. അവര് ദുബായി പോകുന്നത് സ്വർണം കടത്താനാണ്, അവർ തിരിച്ചു വരുന്നത് സ്വർണ്ണക്കടത്താണെന്നും പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലാണ് ഇതിന്റെ കുറെ വോയിസും കാര്യങ്ങളും ഇങ്ങനെ നിരന്തരമായിട്ട് വരുന്നുണ്ട്.
അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു കേസോ കാര്യങ്ങളോ, കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഒന്ന് ആലോചിച്ച് എയർപോർട്ടിൽ കൂടെ സ്വർണം കടത്തുന്നു, തിരിച്ചു വരുന്നു. ഇപ്പൊ ഇവിടുത്തെ ഗവൺമെന്റിനെ ഉൾപ്പെടെ ഇവിടെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ന്യൂസ് പോകുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എന്റെ വീട് മുതുകുളത്താ. അവിടുത്തെ സ്റ്റേഷനിൽ ചെന്ന സിയെ കണ്ടിട്ട് സംസാരിക്കും. സിയെ കണ്ട് സംസാരിച്ച കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം ചെയ്യും. എൻഫോഴ്സ്മെന്റിന്റെ ഇതൊക്കെ ആയതുകൊണ്ടേ ആണല്ലേ. ഇത് ഇച്ചിരി ഗൗരവമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പം ഗൗരവമായിട്ടുള്ള നമ്മൾ സ്റ്റേഷനിൽ കേസെടുക്കുന്ന കാര്യമല്ലല്ലോ, നമ്മുടെ എയർപോർട്ട് വഴി എന്നല്ലേ പറയുന്നത്. എയർപോർട്ട് വഴിയാകുമ്പോ അപ്പൊ അത് സിയെ കണ്ട് സംസാരിക്കുന്നത് എങ്ങനെ കേസ് എടുക്കുമെന്ന് വരും. ഞാൻ നമ്മളിവിടെ കനവക്കുന്നാണ്. ഞാൻ അങ്ങോട്ട് വിളിച്ചെന്നറിയാവോ? ഞാൻ അരിപ്പാടാ വിളിച്ചത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ശ്രീകുട്ടനൊക്കെ. യൂത്ത് കോൺഗ്രസിന്റെ ഒരു വൈസ് പ്രസിഡന്റും കൂടെ അവിടുത്തെ മുതുകുളത്തെ. അതായിരുന്നു. എന്തോ ഓക്കെ. അപ്പൊ നമ്മുടെ അല്ല. ഓക്കെ. അപ്പൊ അതിന്റെ കാര്യം ശരി. പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറഞ്ഞുതരും കേട്ടോ. ശരി. ഓക്കെ, കേട്ടല്ലോ. ഇത് ഡാനി അവിടെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അതായത് ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കേസാണ്. അല്ല സോഷ്യൽ മീഡിയയിൽ ഇത് അടിവെച്ച് തീർക്കേണ്ട ഒരു കാര്യമല്ല. ഏത് ഈ പറയുന്ന ഗോൾഡിന്റെ കേസ്. കൊച്ചി എയർപോർട്ട് വഴി ഇമാതിരി ലെവലിൽ ഗോൾഡും കാര്യങ്ങളും കടന്നു വരുന്നുണ്ടെന്ന് ഉള്ള ഒരു സംഭവമാണ് മറ്റേ ചാനലിൽ വന്നിട്ടുള്ള താത്തയുടെ. ആ സ്ഥിതിക്ക് അത് ആപ്പ കേസായിട്ട് വിടാൻ പറ്റത്തില്ല. അത് അന്വേഷണം വേണം. അതുകൊണ്ട് തന്നെയാണ് പരാതി കൊടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുള്ളത്. കുറെ പേര് പറയുന്നുണ്ട് ഞാൻ രേണുവിന്റെ സപ്പോർട്ടറായി മാറി, പൈസ വാങ്ങി. അവരൊക്കെ ഇതൊന്ന് കേൾക്കുക. കാരണം നമുക്കിവിടെ ആരെയും താഴ്ത്തി കെട്ടുകയോ തളർത്തി മറ്റേ ഇല്ലാത്ത കാര്യം പടച്ചു വിടുന്ന പരിപാടിയൊന്നും ഇല്ല. നേരെ പോയ തന്നെയാണ്. കാര്യമായിട്ട് പോകും. ഇത് അന്വേഷിക്കണം. ഈ രേണു ഇങ്ങനെ സ്വർണ്ണം കടത്തി എന്ന് പറയുമ്പോൾ ആ കേസ് അന്വേഷിക്കേണ്ട ഒരു കേസ് തന്നെയാണ്. അത് വെറുതെ വിടേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ഇതിന്റെ മുന്നോട്ടൊരു അന്വേഷണം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് പോലീസുകാരെയും കാര്യങ്ങളൊക്കെ ഇത് അറിയിക്കുന്നുണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, കൊച്ചി എയർപോർട്ട് വഴി ഇങ്ങനെ സ്മഗ്ലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പച്ചയ്ക്ക് ഒരു ചാനലിൽ വന്നിരുന്ന് പറയുക. എന്നാൽ അതിനെ തുടർന്ന് ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അത് ഫെയർ ആയിട്ടുള്ള കാര്യമല്ല. അല്ലാതെ അവർ വന്നിരുന്ന് വായ്ത്താളം അടിച്ചിട്ട് അവിടെ കുറെ പ്രസംഗിച്ചിട്ട് ഞാൻ മറ്റേ അത് ചെയ്ത് ഞാൻ മറ്റേ ഇത് ചെയ്തെന്ന് പറയുന്നത് മാത്രമല്ല, ഇതിനെതിരെ ശക്തമായിട്ട് നമ്മൾ കളത്തിയിറങ്ങി കളിക്കണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്റ്റേഷനിൽ വിളിക്കണം, സംസാരിക്കണം, ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാർക്ക് ആ വീഡിയോ ഹാൻഡ് ഓവർ ചെയ്യണം. ഇങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഒരു അരിവേന്ന് ചെയ്യുന്നുണ്ടല്ല. അപ്പൊ അതൊക്കെ തുടർന്നിട്ട് എന്താണെന്ന് തക്കതായ രീതിയിൽ അന്വേഷണം വരണം. ഇത് നമ്മുടെ ഗവൺമെന്റിനെ വരെ വെല്ലുവിളിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ സംസാരിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ചുമ്മാ വന്നിരുന്നിട്ട് കണവണാന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കോമഡി ആയിട്ട് കണ്ടന്റുകളൊക്കെ ചെയ്യാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് അങ്ങനെ വെറും ഒരു കോമഡി ആയിട്ട് വിടേണ്ട കേസല്ല. ഇത് കുറച്ച് സീരിയസ് മാറ്ററാണ് ഈ ഗോൾഡിന്റെ കേസ്. ബാക്കി എല്ലാത്തിനേക്കാളും സീരിയസ് മാറ്ററാണ്. കാരണം രേണു ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അവർ ആരോപിക്കുമ്പോൾ ഒരുപക്ഷെ രേണു അത് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. ആ സ്ഥിതിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ രേണുവിനെതിരെ നടപടിയെടുക്കണം, ശിക്ഷിക്കണം, അറസ്റ്റ് ചെയ്യണം. ഇങ്ങനെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇനി രേണുവിന്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇതുപോലെ പ്രൊസീജിയർ പ്രകാരം അറസ്റ്റ് ചെയ്യണം. കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാത്തിനെയും തൂക്കണം. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താതെ പുതിയ വീഡിയോ ഇടണം. ബൈ.